ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല. കഴിഞ്ഞ 10 ദിവസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് വേതനം കൂട്ടിക്കൊടുക്കാൻ, അവരെ ജോലി സ്ഥിരപ്പെടുത്താൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അതേസമയം PSC മെമ്പർമാരുടെ, ചെയർമാൻ്റെയും PSC അംഗങ്ങളുടെയും വേതനം 33% വർദ്ധിപ്പിക്കാൻ ഇന്ന് കൂടിയ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ആലോചിച്ചു നോക്കൂ, 232 രൂപ ദിവസവേതനത്തിലാണ് 30,000-ഓളം വരുന്ന ആശാവർക്കർമാർ കേരളത്തിൽ രാപകൽ അധ്വാനിക്കുന്നത്. അവർക്ക് സ്ഥിര നിയമനമില്ല, ഒരു ആനുകൂല്യങ്ങളുമില്ല. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ ആ ദിവസത്തെ വേതനമില്ല. 232 രൂപയ്ക്ക് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിക്കോട്ടെ, ഒരാൾക്ക് ജീവിക്കാൻ പോലും തികയാത്ത ഈ തുക അത് വർദ്ധിപ്പിക്കണം. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 6,000 രൂപ എന്ന് പറയുന്ന ഓണറേറിയം 10,000 രൂപയോ 15,000 രൂപയോ ആയി പ്രതിമാസം കിട്ടത്തക്ക നിലയിൽ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാണ് അവർ സമരം ചെയ്യുന്നത്. ഈ സമരം ആട്ടിൻകൂട്ടങ്ങളെ പോലെ ആരോ കൊണ്ടുവന്ന് സമരത്തിന് പ്രേരിപ്പിച്ചതാണെന്നാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഭാഗികമായ ആ പ്രസ്താവന തിരുത്തേണ്ടി വന്നു. 3 മാസത്തെ വേതനം ഇവർക്ക് കുടിശ്ശികയുണ്ടായിരുന്നു. അതിൽ 2 മാസത്തെ വേതനം ഇന്നു മുതൽ നൽകാനുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ജില്ലാ ജഡ്ജിമാരുടെയും ഹൈക്കോടതി ജഡ്ജിമാർക്കും തുല്യമായ വേതനമാക്കി PSC മെമ്പർമാരുടെയും ചെയർമാൻ്റെയും വേതനം മാറ്റുകയാണ്. അപ്പോൾ 33% വർധനമെന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിലധികം പ്രതിഫലം പ്രതിമാസം ഇവർക്ക് ലഭിക്കും. PSC അംഗങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അറിയാമല്ലോ, കാറും മറ്റു സൗകര്യങ്ങളും ആജീവനാന്ത പെൻഷനും എല്ലാമുള്ള ഒരു സംവിധാനമാണ്. ഒരു 5 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുരുഷായുസിൽ കിട്ടാവുന്നതെല്ലാം ലഭിക്കുന്ന ജോലിയാണ് PSC അംഗത്വം. വളരെ നിഷ്പക്ഷമായി നടത്തേണ്ട ആ നിയമനം ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ, ഏതു സർക്കാർ ഭരിച്ചാലും, LDF ഭരിക്കുമ്പോൾ LDFും UDF ഭരിക്കുമ്പോൾ UDFും പാർട്ടി തലത്തിൽ അത് വീതം വെച്ച് എടുക്കുകയാണ്. അല്ലാതെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ അർഹതയുടെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെയല്ല നിയമനം. മറ്റൊന്ന്, ഈ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും വയോജന പെൻഷനും ഒന്നും കൊടുക്കാൻ പണമില്ല. അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ 100 രൂപ പോലും വർദ്ധിപ്പിക്കാൻ പണമില്ല എന്ന് പറഞ്ഞ സർക്കാർ മന്ത്രിമാരുടെയും മറ്റും വാഹനങ്ങൾ പുതിയത് വാങ്ങാൻ 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിമാർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ തന്നെ ഉള്ളത് ഇന്നോവയും അതുപോലെ വില കൂടിയ വാഹനങ്ങളാണ്. അതൊക്കെ പഴയതായി. അപ്പോൾ പുതിയത് വാങ്ങാൻ 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നത് ഒരു വലിയ നുണയാണ്. ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനായി വാങ്ങിയിട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും 2ാം പിണറായി സർക്കാരിൻ്റെയും കാലത്ത് കോടിക്കണക്കിന് രൂപയാണ് ആ ഹെലികോപ്റ്ററിന് വാടക ഇനത്തിൽ നൽകിയത്. അത് ഓടിയതാകട്ടെ 2-3 പ്രാവശ്യം മാത്രം. അത് മുഖ്യമന്ത്രിയെ കൊണ്ട് അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ സഞ്ചരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. വയനാട് ദുരന്ത സ്ഥലത്തേക്കോ ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴോ ഒന്നും ആ ഹെലികോപ്റ്ററിൽ പോകാൻ കഴിഞ്ഞുമില്ല. അപ്പോൾ ഒരു ആഡംബരം എന്നതിനപ്പുറം എന്താണ് ആ ഹെലികോപ്റ്റർ കൊണ്ടുള്ള പ്രയോജനം? അപ്പോൾ ഇവിടെ ആരോഗ്യ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന, രാപകൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് ജീവിക്കാനുള്ള, ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിൽ ജീവിക്കുന്ന അവർക്ക് അവരുടെ വേതനം ദിവസത്തിൽ 232 രൂപ എന്നുള്ളത് 500 രൂപയോ അതിൽ കൂടുതലോ ആക്കി കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സർക്കാർ ആണ് ഇത്തരം ആഡംബരങ്ങളിൽ മുഴുകുന്നത്.